നമ്മൾ ഈ സംസാരിക്കുന്ന സമയം ഒരു പ്രതിഷേധത്തിന്റെ മണിക്കൂറാണ്. രാജ്ഭവനിലേക്ക് SFIയുടെയും DYFIയുടെയും പ്രതിഷേധം അല്പസമയം മുമ്പാണ് നടന്നത്. കേരള സർവകലാശാല രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ SFIക്ക് പിന്നാലെ പ്രതിഷേധവുമായി DYFIയും എത്തി. അവിടെ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി, ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമുണ്ടായി. വീണ്ടും ഒരു സർക്കാർ ഗവർണർ പോര് അതിരൂക്ഷമായി മാറുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് രാജ്ഭവന് മുമ്പിൽ നമ്മൾ കണ്ടത്. കേരള സർവകലാശാലയിലെ ഏതൊരു VCയും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം മാത്രമല്ല, അത് ഇനിയും വളരാൻ പോകുന്ന ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന്റെ തുടക്കം മാത്രമാണ്. അത് തെരുവിലേക്ക് നീങ്ങിയതിന്റെ തുടക്കം മാത്രമാണ്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദും റിനു ശ്രീധറും ചേരുന്നുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, വലിയ പ്രതിഷേധം രാജ്ഭവന് മുമ്പിൽ ഉണ്ടായി. SFIയുടെയും DYFIയുടെയും പ്രതിഷേധം. ഗവർണറുടെ നടപടി ഭരണഘടനാ ലംഘനം, അമിതാധികാര പ്രയോഗം എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം. സർക്കാരും ഇതിനെതിരെ ചില നടപടികളുമായി മുന്നോട്ടു പോകാൻ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. രജിസ്ട്രാർ കോടതിയെ സമീപിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും കലങ്ങിമറിഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് കണ്ടതുപോലുള്ള വലിയ പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ അലക്സ്? റിജിത്ത്, നിസ്സംശയം പറയാം. അതായത് ഈ സമരം നേരത്തെ തന്നെ, ഈ പ്രക്ഷോഭം നേരത്തെ തന്നെ ഇടതുപക്ഷം ഏറ്റെടുത്തതാണ്. ഒന്ന്, നേരത്തെ ഈ രാജ്ഭവനുള്ളിൽ ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് ആ വിവാദം ഉടലെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ 2 മന്ത്രിമാർ പരസ്യമായി അതിനെതിരെ രംഗത്തെത്തിയതും സർക്കാർ ഗവർണർ അഭിപ്രായ ഭിന്നത അവിടെ ആരംഭിക്കുന്നതും നമ്മൾ കണ്ടു. ആ പോര് പിന്നീട് വളരുന്നതാണ് നമ്മൾ കണ്ടത്. ഗവർണർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. താൻ ഭാരതാംബ ചിത്രം ഈ പരിപാടികളിൽ ഉപയോഗിക്കും. സർക്കാർ അത് ഏതൊക്കെ പരിപാടികളിൽ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിശ്ചയിച്ച് തീരുമാനിച്ചു നൽകുന്നു. അത്തരമൊരു അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗവർണർക്ക് നൽകിയിട്ടും ഗവർണർ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാകുന്നില്ല. വാർത്താ മാധ്യമങ്ങളോട് അദ്ദേഹം നൽകുന്ന അഭിമുഖങ്ങളിൽ തന്റെ RSS കാലമൊക്കെ അദ്ദേഹം ഓർക്കുകയും ഒപ്പം തന്റെ നിലപാടിൽ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്ത് നമ്മൾ കണ്ടു. തൊട്ടു പിന്നാലെയാണ് ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. ഇത് കേരള സർവകലാശാല സെനറ്റ് ഹാളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആ സെനറ്റ് ഹാളിൽ ഈ പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചത് വലിയ വിവാദമായി. രജിസ്ട്രാർ ആ പരിപാടി അനുവദിക്കാൻ അതിന്റെ അനുമതി റദ്ദാക്കുന്നു. തുടർന്ന് വലിയ സംഘർഷം പുറത്ത് രൂപപ്പെടുന്നു. SFIയും അതുപോലെ ഗവർണറെ അവിടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് ആ സമരം വലിയ രീതിയിൽ വളരുന്നതാണ് കണ്ടത്. അതിന്റെ അനന്തരഫലവും തുടർ നടപടിയുമാണ് ഇന്ന് വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നുണ്ടായത്. വൈസ് ചാൻസലർ നേരത്തെ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ റിപ്പോർട്ട് നൽകി തുടർ റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തു. ഇതിൽ വൈസ് ചാൻസലർ ഇന്ന് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം അസാധാരണമായ ഒരു നടപടിയാണ്. കാരണം രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ അതിന് അധികാരം സിൻഡിക്കേറ്റിനാണ്. പക്ഷേ വൈസ് ചാൻസലർ അമിതാധികാരം ഉപയോഗിച്ചത് ഗവർണറെ പ്രീതിപ്പെടുത്താനാണ് എന്നുള്ളതാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ആരോപണം. ഈ തീരുമാനം വന്നതിന് ശേഷം തന്നെ രജിസ്ട്രാർ അതിൽ നിയമപരമായി മുന്നോട്ട് പോകും. ഗവർണറെ ഒരു തരത്തിലും അവമാനിച്ചില്ല എന്ന് രജിസ്ട്രാർ നിലപാടെടുക്കുന്നു. സിൻഡിക്കേറ്റ് ഒന്നാകെ ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തുന്നു. അതുമാത്രമല്ല, പുറത്ത് തെരുവിൽ SFIയും DYFIയും ഈ സമരം ഏറ്റെടുക്കുന്നു, പ്രക്ഷോഭം ഏറ്റെടുക്കുന്നു. ആദ്യഘട്ടത്തിൽ SFI ആണ് രാജ്ഭവനിലേക്ക് മാർച്ച് വൈകുന്നേരം 8 മണിയോടുകൂടി അവരുടെ മാർച്ച് ഇവിടേക്ക് എത്തി. അത് അക്രമാസക്തമായി. ആ മാർച്ച് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് നമ്മൾ കണ്ടു. അതിനുശേഷം പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി. തൊട്ടു പിന്നാലെയാണ് DYFIയുടെ ജില്ലാ കമ്മിറ്റി കോൾ ചെയ്ത പരിപാടി ഇവിടേക്ക് എത്തിയത്. വലിയ സംഘർഷമാണ് ഇവിടെ രൂപപ്പെട്ടത്. ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ അകത്തേക്ക് കടന്നു. പോലീസും പ്രവർത്തകരുമായി വാക്കേറ്റവും ഉന്തും തള്ളും അത് മിനിറ്റുകളോളം അവിടെ നിലനിന്നു. വിവരങ്ങൾ നൽകുന്നു. റിനു ശ്രീധർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിനു, ഈ നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, രജിസ്ട്രാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകേണ്ടി വരുന്ന സാഹചര്യം. VC വിശദീകരണം ചോദിക്കുന്നതും പിന്നീട് ആ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിലുണ്ടായിരുന്ന തർക്കവും ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ ഇതൊരു അവർ തമ്മിലുള്ള തർക്കം എന്നുള്ള നിലയിലല്ല, അതിനേക്കാൾ വലിയ തലത്തിൽ ഇത് സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വൈസ് ചാൻസലർ അവധിയിൽ പോകുന്നതോടുകൂടി പകരം ചുമതല നൽകിയിരിക്കുന്നത് സർക്കാരുമായി ഏറെ നാൾ ഏറ്റുമുട്ടിയ സിസ തോമസിനാണ് എന്നതും ശ്രദ്ധേയമാണല്ലോ. റിനു,
തീർച്ചയായും പ്രജിത്ത്, കാരണം ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ രാജ്ഭവനും ഗവർണറും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോരിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ നമ്മൾ കണ്ട ചിത്രം. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അവസാനം അലക്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവിടേക്ക് ഗവർണർ എത്തുന്ന ഒരു സാഹചര്യം. അന്നും SFI അതുപോലെ തന്നെ KSU സംഘടനകൾ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു. ഇന്നിപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള വൈസ് ചാൻസലറുടെ നടപടി ഇത് ശരിയാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിയമപരമായി സസ്പെൻഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അത്തരം അഭിപ്രായങ്ങളൊക്കെ തന്നെ അവിടെ നിൽക്കുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം വീണ്ടും രാജ്ഭവനും അതുപോലെ തന്നെ സർക്കാർ അനുകൂല സംഘടനകൾ, അതായത് CPM-ന്റെ അനുകൂല സംഘടനകളും വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. SFI വലിയ രീതിയിലുള്ള പ്രതിഷേധം ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നു. പിന്നീട് DYFIയുടെ നേതൃത്വത്തിൽ അതിനപ്പുറത്തേക്ക് പ്രതിഷേധം കടന്നു എന്നുള്ളതാണ്. കസ്റ്റഡിയിലെടുത്ത DYFI പ്രവർത്തകരെ പോലും നേതാക്കൾ ഇടപെട്ടുകൊണ്ട് തിരികെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. നാളെ 11 മണിക്ക് SFI വലിയ രീതിയിൽ ഒരു പ്രതിഷേധം രാജ്ഭവനിലേക്ക് സംഘടിപ്പിക്കുവാൻ വേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ KSU സർവകലാശാല ആസ്ഥാനത്തേക്ക് വലിയ രീതിയിൽ പ്രതിഷേധവുമായി പോകുവാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. എന്തായാലും കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്ഭവൻ, അതായത് കേരള ഗവർണറും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും വീണ്ടും ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. നിലവിൽ ഈ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുത്തതിനു ശേഷം വൈസ് ചാൻസലർ റഷ്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പകരം ചുമതലയായി സിസ തോമസിനെ വൈസ് ചാൻസലറുടെ പദവി നൽകുന്നു, അല്ലെങ്കിൽ പകരം ചുമതല നൽകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം സിസ തോമസും സംസ്ഥാന സർക്കാരും പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നാളായി വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യം. പലതവണ സിസ തോമസിനെ SFI പോലും തടഞ്ഞു. റിനു ശ്രീധറും അലക്സ് റാം മുഹമ്മദും വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയ പ്രതിഷേധത്തിലേക്ക് എന്തായാലും SFIയും DYFIയും ഒക്കെ കടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് SFIയുടെയും DYFIയുടെയും ഒക്കെ തീരുമാനം. ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടർന്നുള്ള നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും ശ്രദ്ധേയമാണ്.